ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് തന്നെയാണ് സ്വാഗതം. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ളതും മെയ് 9 റിലീസാവുന്ന അറിയിച്ചുകൊണ്ട് പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ നരിവേട്ട എന്ന് പറഞ്ഞോളം മെയിൽ റിലീസാവുന്ന അറിയിച്ചുകൊണ്ട് പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. റിലീസ് ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല, മെയിലാന്നുള്ള മാത്രമേ അറിയിച്ചിട്ടുള്ളൂ. പിന്നെ കലിയുഗം എന്ന് പറഞ്ഞോളം മെയ് 9 റിലീസാകാൻ പോവാണ്. അപ്പോൾ അതിന്റെ റിലീസ് പ്രോമോ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ തണ്ടർ ബോൾട്സ് എന്ന് പറഞ്ഞിട്ട് മാർവൽ സ്റ്റുഡിയോസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ പടം പുറത്തിറങ്ങിയിരുന്നു. സാധാരണ പോലെയല്ല, നെഗറ്റീവ് റിവ്യൂസ് എന്നൊക്കെ മാറിയിട്ട് പോസിറ്റീവ് റിവ്യൂസ് ആണ് ഈ പടത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ പടത്തിന്റെ പേരൊന്നും ചെറുതായി മാറ്റിയതാണ്, ഒഫീഷ്യലി മാറ്റിയാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ അവരിപ്പോൾ പ്രൊമോഷൻ ചെയ്യണം, അങ്ങനെയാണ് ദ ന്യൂ അവഞ്ചേഴ്സ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന്റെ ഒരു പോസ്റ്റർ ഉണ്ട്. പിന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞൊരു തമിഴിൽ നിന്ന് ഒരു പടം പുറത്തിറങ്ങിയിരുന്നു. എന്തായാലും തമിഴ്നാട്ടിന് 12.2 കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2 കോടിയും ഓവർസീസിൽ 4.5 കോടിയാണ് പടത്തിന് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ മൊത്തം 18.70 കോടിയാണ് ഇതുവരെയായിട്ട് പടത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. പടത്തിന് നല്ല അഭിപ്രായമാണ് പൊതുവെ എല്ലായിടത്തും നിന്ന് കിട്ടുന്നത്. പിന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജൽ എന്ന് പറഞ്ഞിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ മെയിൻ കഥാപാത്രം എത്തുന്നോടും ആ പടം മെയ് 16 റിലീസാകാൻ വരുന്നതാണ്. അതിപ്പോൾ മെയ് 23 മാറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നുള്ള അറിയില്ല. പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ ധ്യാൻ ശ്രീനിവാസൻ ഉള്ളതുകൊണ്ടാണ് ഇനിയിപ്പോൾ മാറ്റിയത്, അതൊന്നും അറിയില്ല. എന്തായാലും മാറ്റിയിട്ടുണ്ട്. പിന്നെ ആസിഫലിന്റെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞിട്ടുള്ളതും കുറേ ആയിട്ട് റിലീസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്തൊരു കേസ് നടന്നിരുന്നു, ഇപ്പോൾ കേസൊക്കെ മാറിയിട്ടുണ്ട്. പടം തിയേറ്ററിലേക്ക് പടത്തിന് റിലീസിന് എത്തുന്നതാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരട്ടെ. പിന്നെ ചിടിയ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. എന്തായാലും മെയ് 23 പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ റെട്രോ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് റെക്ടാങ്കിൾ ടേബിൾ ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോ പുറത്തിറക്കി തുടങ്ങിയിരുന്നു. അപ്പോൾ അതിൽ പാർട്ട് 1 ഓൾറെഡി പുറത്തിറങ്ങിയാണ്, ഇപ്പോൾ പാർട്ട് 2 പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതും തെലുങ്ക്, ഹിന്ദി, തമിഴ്, കന്നഡ, മലയാളം എന്ന് പറഞ്ഞ 5 ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ മെയ് 8 പുറത്തിറങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റ് ഞാൻ ഓൾറെഡി കാണിച്ചാണ്. അപ്പോൾ എന്തായാലും പൂജ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ കിട്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ചെന്നൈ സിറ്റി ഗാങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതും ജൂൺ 20 റിലീസിനകത്തുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ഡെവിൾസ് ഡബിൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞ പടത്തിന്റെ ഓഡിയോ ലോഞ്ചിന് STRഉം ആര്യൊക്കെ ചീഫ് ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു ടീമിൽ നിന്നിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായി, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ദ ബൂട്ട്നി എന്ന് പറഞ്ഞിട്ടുള്ളതും 4 ദിവസം കൊണ്ട് 5.56 കോടിയാണ് വേൾഡ് വൈഡ് നേടിയിട്ടുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ കിങ്ഡം എന്ന് പറഞ്ഞിടത്തെ ഹൃദയം ലോക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റിംഗിൽ പുറത്തിറങ്ങിയിരുന്നു. എന്തായാലും ഇപ്പോൾ നോർമലി ഓഡിയോ പ്ലാറ്റ്ഫോംസിലൊക്കെ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് പാട്ട്. പിന്നെ കേസരി ചാപ്റ്റർ 2 എന്ന് പറഞ്ഞിട്ടുള്ളതും 17 ദിവസം കൊണ്ട് 81.45 കോടിയാണ് നേടിയിട്ടുള്ളത് അറിയിച്ചു. പിന്നെ മന്ദാതി എന്ന് പറഞ്ഞിടത്തിന്റെ തെലുങ്കിലത്തെ പോസ്റ്റർ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. എന്തായാലും 2 പോസ്റ്റേഴ്സാണ് വന്നിട്ടുള്ളത്, തമിഴിൽ വന്ന ആര് തന്നെ. പിന്നെ റെയ്ഡ് 2 എന്ന് പറഞ്ഞിടത്തിന്റെ ഇത്ര ദിവസത്തെ കളക്ഷൻ 73.83 കോടിയാന്നുള്ളതാണ് കേൾക്കുന്നത്. അത് അവർ ഒഫീഷ്യൽ അറിയിച്ചാണ്, അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നത്. പിന്നെ ലോകേഷ് രാജ് നായകനായിട്ട് ഒരു പടത്തിൽ എത്താൻ പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അത് സൺ പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും കൺഫർമേഷൻ ഒന്നും ആയിട്ടില്ല, അങ്ങനെ കേൾക്കണമെന്ന് ജസ്റ്റ് പറഞ്ഞത് മാത്രം. പിന്നെ കണ്ണൂർ സ്കോഡ് എന്ന് പറഞ്ഞാൽ പടമെടുത്ത റോബി വർഗീസ് രാജ് ആളടുത്തായിട്ട് കുഞ്ചാക്കോവിനെ വെച്ചിട്ടാണ് പടം എടുക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും മാർട്ടിൻ പ്രകാട്ടായിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും കണ്ടറിയാം എന്താണ്ടാവും എന്നുള്ളത്. പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പുതിയ സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാലിന്റെ ബർത്ത്ഡേക്ക് മെയ് 21 റീ റിലീസിന് വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കൺഫേം ചെയ്തുകൊണ്ട് പോസ്റ്റർ കണ്ടിട്ടുണ്ട്. എന്തായാലും സ്ക്രീനിൽ എടുക്കാൻ പോസ്റ്റർ. പിന്നെ മോഹൻലാലിന്റെ തുടരും എന്ന് പറഞ്ഞാൽ നല്ല കളക്ഷനോട് കൂടി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കേരളത്തിൽ നിന്ന് ഇപ്പോൾ 66.10 കോടി ആയിട്ടുണ്ട് 10 ദിവസം കൊണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 14.70 കോടി ആയിട്ടുണ്ട്. ഓവർസീസിന് 78.30 കോടി ആയിട്ടുണ്ട്. അങ്ങനെ 10 ദിവസം കൊണ്ട് 159.10 കോടിയാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. മിക്കവാറും തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രോസറായിട്ട് മാറാനുള്ള സാധ്യതയുള്ള പടമാണ് ഇത് എന്നാണ്. എന്തായാലും 10ാമത്തെ ദിവസം 271 കൂടുതൽ ലേറ്റ് നൈറ്റ് ഷോസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുന്നേ ഒരു ന്യൂസ് കേട്ടായിരുന്നു, മോഹൻലാലും അമിൽ നേരത്തും നീക്കാൻ പോകുന്ന രീതിയിൽ. പിന്നെ ഡ്രോപ്പായി അല്ലെങ്കിൽ നീട്ടിച്ച് എന്നുള്ള രീതിയിലൊക്കെ കേട്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ലോക്കായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ഒക്ടോബറിൽ തുടങ്ങുന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും കണ്ടറിയാൻ എന്താ അടക്കം പോകുന്നുള്ളത്. ഇതിൽ ഫഹദ് ഫാസിലും ഉണ്ടാവുന്ന രീതിയിലൊക്കെ മുന്നേ കേട്ടിരുന്നു. അതായത് പൃഥ്വിരാജ് ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ കേട്ടിരുന്നു. അതൊന്നും എന്താണെന്നുള്ള അറിയത്തില്ല. പിന്നെ ജോർജ് ഡയറക്ഷൻ ചെയ്ത ഫസ്റ്റത്തെ പടമാണ് പണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഴപ്പമില്ലാത്തൊരു ആവറേജ് പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും പടത്തിന് 2ാം ഭാഗം ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ സ്ക്രീനിൽ എടുക്കാം. അതിൻ്റെ പണി 2 എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പണി 2 ലോഡിംഗ് എന്നുള്ള രീതിയിൽ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തഴകം ചെയ്യുക. പിന്നെ രാമായണം എന്ന് പറഞ്ഞിട്ടുള്ള പടം രൺബീർ കപൂർ മെയിൻ കഥാപാത്രം എത്തുന്ന പടമാണ്. അതേമാതിരി യശും ഒരു മെയിൻ കഥാപാത്രം എത്തുന്നുണ്ട്. സായി പല്ലവിയാണ് ഇതിൽ നായിക എത്തുന്നത്. എന്തായാലും ഈ പടത്തിന്റെ ഒരു ഗ്ലിംസ് വരാൻ പോകണം, അനൗൺസ്മെന്റ് ഗ്ലിംസ്. അത് 2 മിനിറ്റ് 36 സെക്കൻഡാണ് ഡ്യൂറേഷൻ എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും ഗംഭീര BGM വർക്കും ടെക്നിക്കൽ പരിപാടിയൊക്കെ ഉള്ള ഒരു സംഭവമായിരിക്കും ഇറക്കി വിടാൻ പോകണം എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഓൾറെഡി ഇതിന്റെ ഫസ്റ്റ് പാർട്ട് 2026 ദിവാലിക്കും സെക്കൻഡ് പാർട്ട് 2027 ദിവാലിക്കും പുറത്തിറങ്ങുന്നത് അവർ അനൗൺസ് ചെയ്തതാണ്. എന്തായാലും കണ്ടുനോക്കാം എന്താ വരാൻ പോകുന്നത്. പിന്നെ സിത്താരെ ജമീൻ പർ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് അറിയിച്ചിരിക്കുകയാണ്. ജൂൺ 20 പടത്തിന്റെ റിലീസ് ഡേറ്റ് ആയി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പോസ്റ്റർ നല്ല പോസ്റ്റർ ആയിട്ട് തോന്നി. പിന്നെ ഹിറ്റ് ദ തേർഡ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിൽ എത്തിച്ച് ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയായിരുന്നു. എന്തായാലും 4 ദിവസം കൊണ്ട് പടം നേടിയിട്ടുള്ള 77 ലക്ഷമാണ് കേരളത്തിൽ നിന്ന്. വേൾഡ് വൈഡ് ആയിട്ട് 101 കോടിയാണ് 4 ദിവസം കൊണ്ട് പടത്തിൽ നേടാൻ സാധിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ 100 കോടി കടന്നിരിക്കുകയാണ് അങ്ങനെ പടം. എന്തായാലും നാനേരുടെ മുന്നത്തെ റെക്കോർഡ് എന്ന് പറയുന്നത് 6 ദിവസം കൊണ്ട് 100 കോടി അടിച്ച റെക്കോർഡായിരുന്നു. അത് ദസറ എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ റെക്കോർഡാണ്ട് തകർത്തിരിക്കുകയാണ്. എന്തായാലും ഗംഭീരമാവട്ടെ.
പിന്നെ മരണമാസം പറഞ്ഞിട്ടുള്ള ബേസിൽ ജോസഫിന്റെ പടം പുറത്തിറങ്ങിയിരുന്നു തിയേറ്ററിൽ ഇപ്പോൾ അടുത്ത്. എന്തായാലും അത് സോണി ലിവിലൂടെ മെയ് 15 റിലീസാവുന്ന അറിയിച്ചിട്ടുണ്ട്. OTT റിലീസ് മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്ന് പറഞ്ഞ 5 ഭാഷകളിലായിരിക്കും പുറത്തിറങ്ങുക. എന്തായാലും ഞാൻ മുന്നേ പറയുന്ന പോലെ തന്നെ സോണി ലിവ് ആണ്, അതുകൊണ്ട് മെയ് 14 രാത്രി തന്നെ OTTയിൽ ലഭ്യമാവും. പിന്നെ I Am Game എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിലത്തെ അടുത്തൊരു കാസ്റ്റിനെ കൂടിയും അറിയിച്ചിട്ടുണ്ട് ഇന്നലെ. എന്തായാലും ആളുടെ പേര് പാർത്ഥ തിവാരി എന്നുള്ളതാണ്. കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹിന്ദി പടത്തിൽ വില്ലനായി എത്തിയ ഒരാളായിരുന്നത്. എന്തായാലും ഗംഭീര കാസ്റ്റാണ് പടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഗംഭീരമായിട്ട് വരും എന്നുള്ള പ്രതീക്ഷിക്കാം. ഇന്ന് പടത്തെ പോസ്റ്റർ ഉണ്ടായിരിക്കും. എന്തായാലും ഈ പടം ഒരു ലെവൽ സാധനം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നത്. പിന്നെ ദുൽഖർ സൽമാനും ഫാമിലിയും കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.